ഞാൻ മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് അഥവാ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്. പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർഭധാരണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ്. ഗർഭധാരണം തീരുമാനിക്കുന്ന ദമ്പതിമാർ ഈ കൗൺസിലിംഗ് അഥവാ പ്രീ പ്രഗ്നൻസി ചെക്കപ്പ് അറ്റൻഡ് ചെയ്യുന്നത് അഭികാമ്യമാണ്. ഇതിൽ നമ്മൾ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി ഒരു ഹെൽത്തി പ്രഗ്നൻസി, ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിൻ്റെ ജനനം അഥവാ ഒരു ലോ റിസ്ക് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഫ്രീ ആയിട്ടുള്ളൊരു പ്രഗ്നൻസിയാണ് ലക്ഷ്യമിടുന്നത്. ഈ പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിനായി വരുന്ന ദമ്പതിമാർക്ക് നമ്മളൊരു ജനറൽ ആയിട്ടുള്ള അവരുടെ പേഴ്സണൽ ഹിസ്റ്ററിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററിയും എടുക്കുന്നു. അതുവഴി അവർക്ക് നേരത്തെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് ചോദിച്ചറിയുന്നു. എന്ന് വെച്ചാൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, റീനൽ കിഡ്നി ഡിസീസസ്, എപ്പിലെപ്സി അങ്ങനെ മുതലായ എന്തെങ്കിലും അസുഖമുള്ള ഒരു രോഗിയാണോ ഈ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചറിയുന്നു. അത് അങ്ങനെയുള്ളൊരു രോഗിയാണെങ്കിൽ അവരുടെ നിജസ്ഥിതി, ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ പരിശോധനകളിലൂടെയും അവരുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സിലൂടെയും വിലയിരുത്തുന്നു. കൺട്രോളായിട്ടില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഡിസീസ് എങ്കിൽ, പ്രഷർ കൺട്രോൾ അല്ല, ഷുഗർ കൺട്രോൾ അല്ല, അങ്ങനെയാണെങ്കിൽ അത് പ്രഗ്നൻസിയെയും കുഞ്ഞിനെയും വിപരീതമായി ബാധിക്കാം. അതുകൊണ്ട് അതിൻ്റെ ഒരു കൺട്രോളിന് വേണ്ട ബാക്കി ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെൻറ്റും അഡ്വൈസ് ചെയ്യുന്നു. അതല്ല, ഇപ്പം നല്ലവണ്ണം ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുത്ത് കൺട്രോളായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ് നമ്മുടെ അടുത്ത് വരുന്നത്, BP കൺട്രോളാണ്, ഷുഗർ കൺട്രോളാണ്, തൈറോയ്ഡ് ഡിസീസ് എല്ലാം നോർമലായിട്ടിരിക്കുകയാണെങ്കിൽ അവർ കഴിക്കുന്ന ഗുളികകളുടെ വിശദ വിവരങ്ങൾ അന്വേഷിക്കുന്നു. അത് കഴിഞ്ഞ് ആ ഗുളികകളെല്ലാം പ്രഗ്നൻസി സേഫ് ആണോ എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതുവഴി കുഞ്ഞിന് പ്രശ്നമില്ലാതെ ചികിത്സയും തുടർന്ന് പോകാൻ സാധിക്കും. ബേബിക്ക് ഒരു ഹെൽത്തി എൻവയൺമെൻറ്റിൽ കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. ഈ ചില ഗുളികകൾ, അമ്മയ്ക്ക് കഴിക്കുന്ന എല്ലാ ഗുളികകളും പ്രഗ്നൻസി സേഫ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഹിസ്റ്ററിക്ക് ശേഷം നമ്മൾ ഫാമിലി ഹിസ്റ്ററി, കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ജനിതക അസുഖങ്ങളോ അംഗവൈകല്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ അത് കുഞ്ഞിനെ ബാധിക്കാതിരിക്കാൻ എന്തെല്ലാം പരിശോധനകളും എന്തെല്ലാം രീതികളും അഡോപ്റ്റ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ജെനറ്റിക് കൗൺസിലിംഗ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവരെ ഫുൾ എക്സാമിൻ ചെയ്ത് ഇപ്പോഴെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും സെക്ഷൽ പ്രോബ്ലംസോ മെൻസ്ട്രൽ കംപ്ലയിൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഈ ചെക്കപ്പിൽ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ കുറച്ച് ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ഹീമോഗ്ലോബിൻ, ബ്ലഡ് ഷുഗർ, തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ മുതലായവ ചെയ്യുന്നു. എന്നിട്ട് അതിനകത്തും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സയും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു. ഇതുവഴി ഈ ഒരു കൗൺസിലിംഗ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സേഫായിട്ടുള്ള ഒരു പ്രഗ്നൻസി, ലോ റിസ്ക് പ്രഗ്നൻസി വിത്ത് ലോ റേറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസ് ആണ്. ഇത് അല്ലാതെ നമുക്ക് മരുന്ന് ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഫോളിക് ആസിഡ് ഗുളികകൾ നമ്മൾ അഡ്വൈസ് ചെയ്യും. അതൊരു ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒന്നും വരാതെ സഹായിക്കുന്ന ഒരു ഗുളികയാണ്. അതുകൊണ്ടാണ് അതും സജസ്റ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മളൊരു ജനറൽ അഡ്വൈസ് പേഷ്യൻറ്റിന് കൊടുക്കുക. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, വെയിറ്റ് കൂടുതലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഭക്ഷണം കഴിച്ച് ന്യൂട്രീഷ്യസ് ഫുഡ് എടുത്ത് ഡയറ്റ് അഡ്വൈസ് ചെയ്ത് കൊടുക്കും. ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്കും ഡയറ്റ് അഡ്വൈസ് ചെയ്ത് എക്സസൈസും അഡ്വൈസ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം വഴി നമ്മളൊരു പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഒരു ഒപ്റ്റിമൽ എൻവയൺമെൻറ്റിൽ ഉണ്ടാവാനാണ് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കൗൺസിലിംഗ് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം മുമ്പെങ്കിലും, പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് 3 മാസം മുമ്പെങ്കിലും നടത്തിയിരിക്കുന്നത് അഭികാമ്യമാണ്. Mount Zion Medical College Hospital, Adur, Pathanamthitta.